വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ചെറിയൊരു പ്രോഗ്രാമിന് പോവാണ്, പൾസർ മാനിയ കേട്ടോ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ പൾസർ മാനിയക്ക് പോകുന്നത്. ഇപ്പോൾ പോപ്പുലർ ബജാജിൻ്റെ മുന്നിലാണ്, കൊച്ചിയാണ്. നമ്മുടെ ക്ലബിന് പോപ്പുലർ ബജാജിൻ്റെ പകരം ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, ക്വിക്ക് ഷിഫ്റ്റേഴ്സ് ഒഫീഷ്യൽ. അതിൽ നമ്മളെ നോർത്ത് സോണിൽ നിന്ന് ഞാനും പിന്നെ നമ്മളെ ജംഷാദുമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ജംഷാദ് നമ്മൾ ട്രിപ്പ് വരുന്ന സമയത്തൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. പിന്നെ വേറെ തൃശ്ശൂരിൽ നിന്നുള്ള 3 ആൾക്കാരും, എറണാകുളം ഈ സൈഡിൽ നിന്നുള്ള ആൾക്കാരും കൂടെ ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് മറൈൻ ഡ്രൈവിലാണ് പ്രോഗ്രാം, അങ്ങോട്ട് പോകാൻ. എന്തായാലും നോക്കാം. ഈ പോകുന്ന പുള്ളിയാണ് പോപ്പുലർ ബജാജിന്റെ മാനേജർ ബിനു സാറാണ് നമ്മളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളവിടെ പ്രോഗ്രാമിൽ കുറച്ച് ഇവന്റ്സിന് രജിസ്റ്റർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ പിന്നെ വേറെ ഇവന്റ് നടക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് അവിടെ പെട്ടെന്ന് ഡ്രാഗ് അടിച്ചിട്ട് അവിടെ ആരാ ഫസ്റ്റ് എത്തുന്നത് നോക്കുന്ന ഒരു മത്സരമാണ്. നമ്മുടെ ഇപ്പോ വന്നവരൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാ പോകുന്നുണ്ടോ, ആരാ ഫസ്റ്റ് എത്താൻ നോക്കുക. ഇതാണ് ഇവന്റ്. നമ്മളെ ജംഷാദൊക്കെ കയറുന്നുണ്ട്, നമുക്കും കയറണം. ഒന്ന് കയറിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്താ സംഭവം എന്ന്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ നോക്കാം. എന്തായാലും വന്നതല്ലേ, ഇവന്റ്സ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പൾസർ വെച്ചിട്ട് NS ആണ് കളി. അപ്പൊ NSന്റെ നമ്മളെ NS സെയിം എഞ്ചിനാണ്, ബട്ട് നമ്മളെ ഇതിലൊക്കെ ഉള്ള ഇതൊക്കെ കുറച്ചുകൂടി നല്ല പ്രാക്ടീസ് ഒക്കെ വേണ്ട സംഭവങ്ങളാണ്. ഡ്രാഗ് റേസിങ്ങും പെട്ടെന്ന് ക്വിക്കായിട്ട് എടുത്ത് പോകുന്നതൊക്കെ. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവന്റ് നമുക്ക് നേരെ ബാക്കിൽ നിന്ന് കാണാം കേട്ടോ. കണ്ടോള്, റെഡി 2 3 പോട്ടെ. നമ്മുടെ ജംഷാദ് അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവാണ്. ആള് ട്രൈ ചെയ്ത് നോക്കുകയാണ്. സോ ജംഷാദ് ഈസ് ട്രൈയിങ് ഹിസ് ബെസ്റ്റ്. 1 2 3 3 സ്റ്റാർട്ട് പറയും. അതിന്റെ ഇടയിൽ ഏറ്റവും പെട്ടെന്ന് ആരവിടെ എത്തുന്നോ അതാണ് കളി. സോ ഗ്രീൻ ഫ്ലാഗ് ഇപ്പോൾ വരും. റെഡി 1 2 3 3 2 1 പോട്ടെ പോട്ടെ. സോ നമ്മുടെ നീ ഗാർഡ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്, ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ വന്നിട്ട് ഇനി കപ്പൊന്നും അടിച്ചിട്ടില്ല എന്നുള്ള, കപ്പല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ട. നമുക്ക് നമ്മളെ പ്രതിപണ്ണം പറഞ്ഞു തന്നിട്ടുള്ള ഓരോ ട്രിക്കുകളും അടവുകളൊക്കെ പുറത്തെടുത്ത് നോക്കാം, നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന്. കിട്ടിയിട്ടില്ലെങ്കിൽ അണ്ണനെ തട്ടാൻ നമുക്ക്. അപ്പൊ ഇവിടെ നിന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് അപ്പുറം വണ്ടി നിർത്തുക. ABS ആണ്, ഉപയോഗിക്കരുത്. ബാക്ക് മാത്രം പിടിക്കുക, നേരെ പോവാ. ഫ്രണ്ട് പിടിക്കാൻ പാടില്ല, ഫ്രണ്ട് പിടിക്കാൻ പാടില്ല. കിട്ടാൻ സാധ്യതയുണ്ട്, വീണ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഫ്രണ്ട് പിടിക്കാം. ഫ്രണ്ട് പിടിക്കാം, പഞ്ച് ചെയ്ത് പിടിക്കാമെങ്കിൽ പിടിച്ചോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ പിടിക്കണ്ട. ഫ്രണ്ടിൽ ABS വർക്കിംഗ് അല്ലേ? ഫ്രണ്ടിൽ ABS വർക്കിംഗ് ആണോ നോക്കേണ്ടി വരും. ഫ്രണ്ട് പഞ്ച് ചെയ്ത് പിടിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പറയണില്ല. ഏറ്റവും കുറച്ച് ടൈമിൽ ചെല്ലണ ആളാണ് വിജയിക്കുന്നത്. ലെറ്റ്സ് ഡു ദിസ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആ
നമ്മളെന്തായാലും മൂസിൻ ആ സീനൊന്നും ഉണ്ടായില്ല. നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ കഴിയുന്ന സ്പീഡിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്കങ്ങനെ 5:27 മോസിൻ്റെ പേരിൻ്റെ ഓ ആക്കിയിട്ടുണ്ട് യുക്ക് പകരം. എന്തായാലും 5:27 ഞാനാട്ടോ. അവിടുത്തെ ഇവന്റ് പവർ മാനിയൊക്കെ ആയിരുന്നു കേട്ടോ. അതാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇവന്റ് സ്റ്റൈൽ മാനിയൊക്കെയാണ്. നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യാൻ വന്നിട്ടുണ്ട്. സ്റ്റൈൽ മാനിയൊക്കെ പറഞ്ഞാൽ NS 125 വെച്ചിട്ട് ഇവിടെ കുറേ കോൺസ് ഉണ്ട്. കോൺസിന്റെ സൈഡിലൂടെ മാക്സിമം കാലൊന്നും കുത്താതെ എത്ര പെട്ടെന്ന് നമ്മൾ ഒരു NS എന്നുള്ളൊരു ഷേപ്പാണ്. ആ ഷേപ്പ് എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാല് കുത്തി കഴിഞ്ഞാൽ നെഗറ്റീവ് പോയിന്റ് ആണ് അങ്ങനെ സംഭവം. അപ്പോൾ ഇതും ചെയ്ത് നോക്കുന്നുണ്ട്. എൻ്റെ നമ്പറൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് OTP ഒക്കെ വരണം കേട്ടോ. ഇവിടെ ഇപ്പൊ സ്റ്റണ്ട് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ബാൻഡിറ്റ് ബൈക്കേഴ്സിൻ്റെ, അതായത് ബാൻഡിറ്റ് സ്പിറ്റ് സ്റ്റോപ്പ് പവർ ചെയ്യുന്ന അവരുടെ ടീമാണെന്ന് തോന്നുന്നുണ്ട്. ബാൻഡിറ്റ് ബൈക്കേഴ്സിൻ്റെ സ്റ്റണ്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഇനിയും നമ്മുടെ സ്റ്റൈൽ മാനിയൊക്കെ ഇങ്ങനെ പവർ മാനിയൊക്കെ 2 ട്രാക്ക് റേസും ആ NS വെച്ചിട്ടുള്ള കളി ഉണ്ടല്ലോ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പ്രൈസ് വിതരണമൊക്കെ. എനിക്കൊരു നല്ല സ്പോട്ട് ഉണ്ടായിരുന്നു, പിന്നെ പക്ഷെ അത് ഓവർടേക്ക് ചെയ്ത് കയറി പോയിട്ടോ. ഞാനിപ്പോൾ സ്റ്റൈൽ മാനിയക്കിൽ 5th പൊസിഷൻ അങ്ങനെ എന്തോ ആണ്. മറ്റേത് പവർ മാനിയക്ക് പോയി. അത് അതിനേക്കാളും ബെറ്റർ ആയിട്ട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. A few moments later. അങ്ങനെ നമ്മുടെ പൾസർ മാനിയ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഫിനിഷ് ആവുന്നതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് നാട്ടിൽ ഇനിയിപ്പോൾ പോയാലും ഏകദേശം 12:45 1 മണിയാവും എത്താൻ. അതിലും നേരത്തെ എത്തും, അത് വേറെ കാര്യം. സ്റ്റിൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നാട്ടിൽ മലപ്പുറം ടു എറണാകുളം ഭയങ്കര ലോങ്ങാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. മിക്കവാറും നാട്ടിൽ നിന്നാവും. നമുക്ക് മാക്സിമം ഇപ്പോൾ കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അത്രയും വയ്യ, ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടും ഏകദേശം 150 കിലോമീറ്റേഴ്സ്, അങ്ങോട്ടും ഏകദേശം അത്രയും കിലോമീറ്റേഴ്സ് തന്നെ. എന്തായാലും നല്ല ലോങ്ങാണ്. അപ്പോൾ വീഡിയോ എന്തായാലും കുറേ സ്റ്റണ്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഷോട്ടൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ്സ് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടൻറ്റായിട്ട് കാണാം. അതുവരെ ബൈ ബൈ. കൊച്ചിയിലെ ട്രാഫിക്കിൽ നിന്നും സൈനിങ് ഓഫ്. ശിവനേ ശിവനേ. ഓ, ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് പെടാൻ കണ്ട സ്ഥലം.